ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുള്ളിക്കാനത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. യെസ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ നമ്മളൊരു റോഡ് സൈഡിലുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടിയായിരുന്നു. അപ്പം ഇത് നമ്മുടെ മെയിൻ വീഡിയോ, അതായത് നമ്മുടെ പുള്ളിക്കാനൊക്കെ സ്ഥലമൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് വളരെ നല്ലൊരു സ്ഥലം, താഴെ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മല പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന പോലൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ മതി പുള്ളിക്കാനം എത്താനായിട്ട്. അപ്പം ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപ്പുതറയിൽ നിന്നും വാഗമണ് പോകുന്ന വഴിക്കുള്ള ഒറ്റമരം പാറ എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് പരിചയപ്പെട്ടല്ലോ. ഇതതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മുടെ ഉപ്പുതറ വാഗമൺ റോഡ് നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതിലേക്ക് എല്ലാവരും ഒന്ന് പോയി നോക്കുക. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് നിങ്ങൾ ഉപ്പുതറയിൽ ചെന്ന് വാഗമണ്ണ് പോകുന്ന വഴി പോവുക. വാഗമണ്ണിൽ ചെന്നിട്ട് പുള്ളിക്കാനം പോവുക. പുള്ളിക്കാനത്ത് അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ആ പുള്ളിക്കാനത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ഒക്കെ കിട്ടും. അതിമനോഹരമാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ആ വ്യൂ കാണാൻ. നമ്മുടെ ഇടുക്കിയിൽ ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള വഴിയൊക്കെ വരുമ്പം നമ്മൾ വാഹനമായിട്ട് ഓവർ സ്പീഡിലൊന്നും പോകാതിരിക്കുക. വളവുകളായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയൊരു അപകടം ഉണ്ടാകാൻ. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ പോവുക. അതിമനോഹരമായ ഒരു വഴിയാണ്. ഒരുപാട് സിനിമകളിലൊക്കെ ഈ ഒരു വഴിയൊക്കെ വന്നിട്ടുണ്ട്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് പുള്ളിക്കാനം. അപ്പോൾ പുള്ളിക്കാനത്തിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയും കാത്തിരിക്കുക. പലരും വീട്ടിൽ ഒരുപാട് സമയം ചുമ്മാ കുത്തിയിരിക്കാറുണ്ടല്ലോ. ആ ഒരു ടൈമൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമൊക്കെ നൽകുമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള യാത്രകളൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് റോഡ് കാണാൻ പോയായിരുന്നല്ലോ മൂന്നാറിലെ. അപ്പം നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ അതേ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഗ്യാപ്പ് റോഡിൽ പോയപ്പോൾ മഞ്ഞുണ്ടായിരുന്നു, ഇവിടെ പോയപ്പോൾ മഞ്ഞില്ലായിരുന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാനം യാത്ര വേറെ ഒരു ലെവൽ തന്നെയായേനെ. ഈ ഒരു യാത്രയിൽ ഇടുക്കിയുടെ ഗ്രാമഭംഗി കൂടുതൽ തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്.
ആ മുട്ടക്കുന്ന് പോലുള്ള ആ പാറക്കൂട്ടങ്ങൾ കണ്ടോ, അതൊക്കെ മഴയൊക്കെ പെയ്ത് ആ പുല്ലുകളൊക്കെ പച്ചപ്പായി കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ ഭംഗി. അപ്പം നമ്മളൊരു ദിവസം മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം ഇതിൽ ഒന്നും കൂടെ വരുന്നതായിരിക്കും, മഞ്ഞൊക്കെ ഉള്ളപ്പോൾ. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. ഇപ്പം ആ പുല്ലൊക്കെ കരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒരു ഭംഗിയാണ് കിട്ടിയത്. പക്ഷേ ആ പുല്ലൊക്കെ പച്ച കളറിൽ നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുകയാണെങ്കിൽ കാണാൻ വേറെ ലെവൽ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ ഈ യാത്രയിലെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തുള്ളൂ. ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് തീരുകയാണ്. അപ്പം പുള്ളിക്കാനത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും മറക്കല്ലേ.